മാക്സിമം നോക്കി നടന്നില്ല, റിസൾട്ട് നോക്കി നടന്നില്ല. അപ്പോഴാണ് എന്തിന്മേലാപ്പൊ കയറി കൊടുക്കുക? കേരളത്തിലെ മതവിദ്വേഷം ആലോചിച്ചപ്പോഴാണ് ആ കുഞ്ഞബ്ദുള്ളന്റെ പാട്ട് ഓർമ്മ വന്നത്. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ സ്വർണം കെട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്നുള്ള. അയ്യപ്പനെ പറയേ ആര്? അയ്യപ്പന് പറഞ്ഞതില് ഞാൻ മത്സരത്തിന് പോകാം. മത്സരത്തിന് ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ. അപ്പൊ ഈ മെമ്പറിനോടെത്താണ് സകല കുഴപ്പവും. അപ്പോ ഇതിലൊരു നല്ല മനുഷ്യന്റെ ഒപ്പമുള്ള ആള് പറഞ്ഞു, എന്റെ കൂടെ പഠിച്ചതാണ് നമ്മളെ വാപ്പ, ഓൾക്കത് തിരിയില്ല, ഞാൻ ആ കുട്ടിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ ഇയാള് സാധു ഒപ്പം ചെന്നാണ്ട് ഈ പെണ്ണുങ്ങൾ കൊടുത്തെന്ന് പറഞ്ഞേ, പിന്നെ മോളെ ഇങ്ങനൊന്നും പറയരുത്, എന്റെ വാപ്പല്ലേ നിന്റെ വാപ്പാനെ പറഞ്ഞേക്കാണ്ട് ഇവിടെ നീച്ചി. അതോടുകൂടി ആ മസലത്ത് കൊള്ളായി. അയ്യപ്പനുണ്ട് പറഞ്ഞിട്ട് അയിലും കണ്ടിട്ട് പിടിക്കാന്ന് വിചാരിച്ചത്. പക്ഷെ ഈ പാട്ട് ഇറക്കാത്തവരാരാളുള്ളത്? ഈ രീതിയിൽ പാടാത്ത നാഗൂർ അനീഫ് പാടിയിട്ടുണ്ട് അല്ലേ? കഅബയിലെത്തിയ പാട്ട് പാടിയിട്ടുണ്ട് അല്ലേ? മുസ്ദലിഫയിൽ പോകുന്ന, മിനായിൽ പോകുന്ന കഥ പാടിയിട്ട് ആ പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. പി സുരേന്ദ്രൻ പാടിയിട്ടുണ്ട്, അയാളെ താമരക്ക് ഒട്ടിച്ചിട്ട്. ബൈജു എന്നൊരു കള്ളുടിച്ചാണെന്ന് ചങ്ങായിട്ട് മൂപ്പര് ഇത് പാടിയിട്ടുണ്ട്. ആരവിടെ പാരടി പാടാത്ത? ഏറ്റവും കൂടുതൽ പാരടി പാട്ട് പാടിയ ആളെ പേരാണ് വി ഡി രാജപ്പൻ. അപ്പൊ ഒരു പാട്ടിന്റെ നേരെ ഇപ്പുറത്ത് അത് പാടിയപ്പോ അപ്പം ആശിച്ച് പറയാ, അടിച്ച് മിന്നി നമുക്ക് കിട്ടി പ്രൈസ്, ഈ പാട്ടിന്റെ പേരിൽ ഉടനെ കേസെടുക്കണം. മതവിദ്വേഷം വളർത്തി, സമുദായത്തെ തമ്മിൽ അടുപ്പിച്ചു. നോക്കണം, 3 വകുപ്പാ ചാർത്താൻ ശ്രമിച്ചത്. 3 വകുപ്പ്. എന്താ കാരണം? പോറ്റിയെ കീർത്തിയെ സ്വർണം ചെമ്പായി മാറ്റിയെന്ന് എഴുതിക്കണെന്ന് പറഞ്ഞിട്ട് ഈ എഴുതിയ കുഞ്ഞബ്ദുള്ള പാടിയ ഡാനിഷ്, അതുപോലെ ഇറക്കിയ CMS മ്യൂസിക്കിന്റെ സുബൈർ പന്തല്ലൂര്, അതുപോലെ രചയിതാവും കുട്ടികളൊക്കെ പാട്ട് പഠിപ്പിക്കുന്ന എന്റെ സുഹൃത്ത് ഹനീഫ മുടിക്കോട്, ഇങ്ങനെയുള്ള ഒരു 4-5 ആൾക്കാരുടെ പേരിൽ കേസ് എടുക്കാതെ തന്നെ നോക്കുമ്പോ ഈ പാട്ടിനെതിരെ വരണ്ടുണ്ട് എന്ന് കേട്ടപ്പോ ആൾക്കാർ കണ്ട അരം കൂടി എല്ലാരും നടന്നു പാടാൻ തുടങ്ങി. പാട്ട് എന്താ പാടിയാല്? ചാനൽ ചർച്ചയിൽ വന്നപ്പോ രാജു പി നായർ പറഞ്ഞു, പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ അഞ്ഞും പാടും, അഞ്ഞും പാടുന്നാണ്. അതിലിറങ്ങറായി. BRM ഷഫീർ പാടാൻ തുടങ്ങി, അപ്പോഴും ഇറങ്ങറായി. അപ്പൊ ഈ പാട്ട് കേട്ട് ഇതായ നോക്കുമ്പോ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു, എനിക്കിപ്പോ ഉറക്കില്ല. എന്ത് ഈ പാട്ട് കേട്ടിട്ട്? കടകംപള്ളി സുരേന്ദ്രന് ഉറക്കില്ല എന്നാണ്. അപ്പൊ ഏതായാലും നിങ്ങൾക്ക് ഉറക്കില്ലല്ലോ വിചാരിച്ചു ആൾക്കാർ കണ്ടോടുത്ത് പോയി ആ പാട്ട് കേൾക്കലാണ്. തേങ്ങരാമന്നവര് കൊരലിൽ ഇരുന്നിട്ട് ഈ പാട്ട്, പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ, അവിടുന്ന് ഈ പാട്ട് എവിടെ പാടാത്തത്? നമ്മുടെ MP-മാര് നിരയായി നിന്നിട്ട് പാർലമെന്റ് വീണു ഈ പാട്ടാണ്. എവിടേക്ക് ഒരു സുഖം ഉണ്ടോ? എവിടെ നോക്കിയാൽ ഈ പാട്ട് തന്നെ എന്ന് കേട്ടപ്പോ ഇന്റെ നാട്ടിലൊരു സഖാവിന്റെ ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല. ഇത് പരാതി കൊടുക്കല നിവർത്തില്ലാച്ചിട്ട് ഓൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നപ്പോണ്ട് പോലീസുകാര് ടേബിൾ മടിച്ച് പാടണ, പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയാണ്. ഓൻ ഇടങ്ങറായപ്പോ ബസ് കയറി കഴിച്ചില്ല. അപ്പൊ ബസ് കയറിയപ്പോ ബസ്സിന്റെ ഉള്ളിലും ഈ പാട്ടാണ്. കേരളമ്പോൾ കളിക്കുന്ന ചെക്കന്മാരെ തന്നപ്പോ അവിടെയും പാട്ട്, കുളിക്കാൻ പോയവർക്കൊന്നും ഈ പാട്ട്. ഇടങ്ങറിന്റെ കൊടിയായപ്പോ എന്ത് ചെയ്ത് പെണ്ണുങ്ങളോട് പറഞ്ഞ്, ഞാൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് പോവുകയാണ് എന്റെ പേരേക്ക്, ആരെങ്കിലും വന്നാൽ ഞാൻ എന്നോടെന്ന് പറയരുത് പറഞ്ഞിട്ട് ഭാര്യ വീട്ടിലേക്ക് ബസ് കയറി സാധു. അവിടെ പോയിട്ട് നേരെ എടായി കൂടി ഇങ്ങനെ പോകുമ്പോട്ട് അളിയന്റെ കുട്ടിയോട് തിണ്ടുമ്പോ കാല് തൂക്കിയിട്ടുണ്ട്, പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ അവിടെ. അപ്പൊ സ്വിച്ച് ഓൺ ആക്കി ഭാര്യക്ക് ഇങ്ങോട്ട് വിളിച്ച്, അപ്പോത്തിന് അളിയനെ ഓൾക്ക് ഇഞ്ചോട് കയറ്റി കൊടുത്തിട്ടുണ്ട്, പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ. ഒന്നും ആലോചിക്കണം, അളിയൻ നേരെ പെരേക്കൊക്കെ ചെല്ലുമ്പോ പൈതം മക്കൾ പാടുകയാണ്, എന്ത് സ്വർണം കെട്ടവൻ ആരപ്പ എന്നാണ്. ഇതൊക്കെ കേൾക്കുമ്പോ ഇങ്ങനത്തെ വല്ലതും നോക്കുക. അപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇങ്ങനത്തെ ഒരു കുഞ്ഞിരായി മുടുക്കിൽ അടുത്തൊന്നും പോയിട്ടില്ല. അപ്പൊ ഈ പാട്ടിന് ബദലായി ഒരു പാട്ട് വേണ്ടേ? അങ്ങനെയാണ് താനാളൂര് ഇവര് പാട്ടുണ്ടാക്കി. ആ പാട്ടെന്താ നിങ്ങള് അതിവിടെ ഫുള്ള് പാടാൻ പറ്റില്ല, കീടനാശിനി അടിക്കേണ്ടി വരും ഇവിടെ. എന്താണ്? കുറുക്കനെ നായെ ഉസ്മാനെ കയറ്റി എന്നുള്ള പാട്ടാണ്.
എനിക്ക് തോന്നി ഈ കുഞ്ഞബ്ദുള്ള എഴുതിയത് വായനശാലയിൽ ഇരുന്ന്, റബ്ബ എഴുതിയത് മൃഗശാലയിൽ ഇരുന്നിട്ടാവും ഇപ്പൊ ഈ പാട്ട്. അല്ലെങ്കിൽ കുറുക്കനെ, നായയെ, കൊരങ്ങനെ എന്നൊക്കെ പാടുക. നിങ്ങളെ എന്ത് പാർട്ടിയാണ്? നിങ്ങളൊരു പാർട്ടിയാണ്. ജനങ്ങൾ നിങ്ങളെ വെറുത്തു. അതുകൊണ്ടാണ് നാട്ടുകാര് ഈ പാട്ടിന്റെ പാട്ട് നിന്നപ്പോ മാർക്സിസ്റ്റ് പാർട്ടി അടിയന്തരമായി യോഗം ചേർന്നു. ഒരു പാട്ട് അജണ്ടായിട്ട് യോഗം ചേർന്നു. എന്താ പറഞ്ഞറിയാ? ഇവരെ വിടരുത്, കേസ് കൊടുക്കണോ? അപ്പോഴാണ് കുറെ സഖാക്കൾ വന്നിട്ട് പറഞ്ഞ് വെറുതെ കേസ് കൊടുക്കണ്ട. എന്താ കാരണം അറിയോ? ഇതെങ്ങനെ കോടതിയിൽ വന്നാൽ ചാനൽ ചർച്ചയില് അഭിലാഷ് ഈ പാട്ട് കമ്പ്യൂട്ടറിൽ ഇട്ടിട്ട് പറഞ്ഞു, ഈ പാട്ടിൽ എവിടെ വർഗീയത? പോറ്റിയെ കേറ്റിയെ, അതിൽ വർഗീയതയില്ല. സ്വർണം ചെമ്പായി മാറ്റിയെ, അത് കോടതി പറഞ്ഞല്ലേ. പിന്നെ സ്വർണം കട്ടവൻ ആരപ്പ, അതാരാ കട്ടത്? സഖാക്കളാണ്. അയ്യപ്പ മൂന്നാലെണ്ണം ചെയ്തിട്ടില്ലേ? അത് ശരിയാ. ഫിഖീന് അർത്ഥം വെക്കണ അങ്ങനെ വെച്ച അർത്ഥം. ഇതൊക്കെ പാടുണ്ട്. കേട്ടപ്പോ മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം, തൽക്കാലം പറയാൻ മറക്കുക. കാരണം ഇതെല്ലാം കോടതി ചെന്നാല് ജഡ്ജി 4 വഴി പാടും ആദ്യം. എന്നിട്ട് പറയും ഇതിലെവിടെ തെറ്റ്. അവസാനം ജഡ്ജി പറയും ഇതിലൊരു തെറ്റില്ല, അതുകൊണ്ട് 5 വക്തും പാടിക്കോളിയടോ എന്ന് കേരളക്കാരോട് പറയും എന്ന് പേടിച്ചപ്പോ മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു, നമ്മൾ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അതുകൊണ്ട് നിങ്ങളെ കയ്യിലിരിപ്പാണ്. നിങ്ങൾ വഖഫിൽ കയറി മാന്തി, അതുപോലെ തന്നെ നിങ്ങൾ ദേവസ്വത്തിലും കൈയിട്ട് മാന്തി. അത് വിശ്വാസികളുടെ സ്വത്താണ്, ബൈത്തുൽ മാലാണ്. അതിമലാ കളിച്ചത്. ഈ കോപം ചെറുതല്ല. മാർക്സിസ്റ്റ് പാർട്ടി അത് വേട്ടയാടും. അതുകൊണ്ട് പാടത്തും പറമ്പിലും പാടുപെട്ട് പണിയെടുക്കുന്ന പട്ടിണി പാവങ്ങളെ പലതവണ പലതും പറഞ്ഞു പറ്റിച്ച പാരമ്പര്യമുള്ള പാർട്ടിയായ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു പാഠം പഠിപ്പിക്കാൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ ചേരിക്കൊപ്പം നിൽക്കുക. പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. നന്ദി. ജയ് യൂണിയൻ.